യു കെ മൊത്തത്തിൽ ഇമിഗ്രൻസിന് അലമ്പായി ഗൈസ്. എന്താണ് യു കെയുടെ സാഹചര്യം, അതായത് ജോലി കിട്ടാനുള്ള സാധ്യതകൾ, ഇതിനെ പറ്റിയൊക്കെ ഞാൻ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് എന്നുള്ള സ്റ്റെം ഫീൽഡിലുള്ള ജോലികളെ പറ്റിയിട്ടും അല്ലെങ്കിൽ അതിലുള്ള സാധ്യതകളെ പറ്റിയിട്ടുമാണ് ഞാനിപ്പോൾ മെയിനായിട്ട് പറയുന്നത്. മറ്റ് മേഖലകളെ പറ്റി എനിക്കറിയില്ല, അതായത് മെഡിക്കൽ ഫീൽഡോ അല്ലെങ്കിൽ കെയർ സെക്ടറോ ഒന്നും എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ജോലികൾ ചെയ്തിട്ടില്ല. യു കെയിലേക്ക് നമ്മൾ സയൻസ്, ടെക്നോളജി, എഡ്യൂക്കേഷൻ എന്നും സാധ്യതകളുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുള്ള ഒരു രാജ്യമാണ്. കാരണം ടെക്നോളജിയൊക്കെ ഇത്രയ്ക്ക് ഡെവലപ്ഡ് ആയിട്ടുള്ള ലോകത്തിലെ തന്നെ മുൻനിര രാജ്യങ്ങളിൽ 10 രാജ്യം അല്ലെങ്കിൽ 5 രാജ്യങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ടെക്നോളജികളുള്ള രാജ്യമാണ് യു കെയിലുള്ള മറ്റ് രാജ്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിൽഡ് ആയിട്ടുള്ളവർക്ക് എന്നും ഒരുപാട് അവസരങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ള ഒരു രാജ്യമാണ് യു കെ. അതുകൊണ്ട് ഈ പറഞ്ഞ ഇമിഗ്രേഷൻ നിയമങ്ങളും അതായത് ജൂലൈ 22-ാം തീയതി വരാൻ പോകുന്ന നിയമങ്ങളൊക്കെ ബാധിക്കുന്നത് സ്കിൽഡ് ആയിട്ടുള്ളവരല്ല. അത് ബാധിക്കുന്നത് എന്താ പറയുക, എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കുക, എന്ത് ജോലി ചെയ്തിട്ടായാലും പിടിച്ചു നിൽക്കുക എന്ന് വിചാരിക്കുന്ന വലിയൊരു വിഭാഗം നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങോട്ട് കുടിയേറുന്നവരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്വന്തം സ്കില്ലുകളെ വരെ, ഞാൻ മലയാളി കമ്മ്യൂണിറ്റിയിലൊക്കെ ഒരുപാട് പേരിൽ എനിക്ക് എന്താ പറയുക, കാണുമ്പോൾ നമുക്ക് ഇവരിങ്ങനെയല്ല ചെയ്യേണ്ടതായിരുന്നു തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് അത്. അതായത് നല്ല വിദ്യാഭ്യാസവും നല്ല സ്കില്ലും നല്ല എക്സ്പീരിയൻസ് ഉള്ളവരും ഇവിടെ വന്നിട്ട് എന്തുകൊണ്ടാണെന്നറിയില്ല അതായത് അവർക്ക് ഇപ്പോൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്നവരാണ് അങ്ങനെ കൂടുതൽ കണ്ടിട്ടുള്ളത്. പക്ഷെ അവർ ചിലപ്പോൾ ഫാമിലിയുടെ പ്രശ്നം കൊണ്ടായിരിക്കാം, ഫാമിലി ഇങ്ങനെ എന്താ ടൈമിങ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഇതൊക്കെ കൊണ്ടായിരിക്കാം, അതായത് കുട്ടികളെ നോക്കുന്ന കാര്യം, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അവർ കുറച്ചും കൂടെ അവരുടെ സ്കില്ലിൽ പെടാത്ത ജോലിയിലേക്കൊക്കെ പെട്ടെന്ന് പോയി മൊത്തത്തിൽ നമ്മൾ എന്താ പറയുക ഭയങ്കര ഡിപ്രസിങ് ആയിരിക്കും അങ്ങനെയുള്ളൊരു ലൈഫായി വരുമ്പോൾ. ഒന്നാമത് പെട്ടെന്ന് ഇപ്പോൾ കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നത് കളഞ്ഞ് ഇവിടെ വന്നിട്ട് കെയർ ഹോമുകൾ പോലത്തെ ജോലിയിലൊക്കെ നോക്കുന്നവരാണ്. അപ്പോൾ ആ ജോലി മോശമാണെന്നല്ല, അത് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള എന്താ പറയുക വളരെ ഒരുപാട് പേര് ആ ജോലി ചെയ്യുന്നവർ മനസ്സിൽ സന്തോഷം കണ്ടെത്തുന്നവരുണ്ട്. പക്ഷെ സന്തോഷം കണ്ടെത്താതെ ലൈഫും കരിയറും സാക്രിഫൈസ് ചെയ്ത് ചെയ്യുന്നവരുണ്ട്. അവരെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു ജോലിയും ഈ പറഞ്ഞ പോലെ മോശമോ നല്ലത് അങ്ങനെ ഒന്നുമില്ല. എല്ലാ ജോലിക്കും അത് അടിപൊളി ജോലി തന്നെയാണ്. ലൈക്ക് നമുക്കിത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ജോലി ആ മേഖല ഇഷ്ടപ്പെടുന്നവർക്ക് വേറെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ സ്വന്തമായിട്ട് സ്കില്ലുണ്ടായിട്ടും അതിൽ തന്നെ വർക്ക് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും ചെയ്യാൻ പറ്റാത്തവരുണ്ട്. പക്ഷെ അവർക്കും ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പുറത്തുനിന്ന് വരാൻ ആഗ്രഹിക്കുന്നവരായാലും അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു നല്ല എഡ്യൂക്കേഷൻ, പേരിനുള്ള എഡ്യൂക്കേഷൻ എടുക്കാൻ പറ്റും, നല്ല എഡ്യൂക്കേഷൻ കൂടി എടുക്കാൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള എഡ്യൂക്കേഷൻ നമ്മളിവിടെ എടുത്തു കഴിഞ്ഞാൽ ആ സ്കില്ലിനനുസരിച്ചിട്ടുള്ള ജോലി നമ്മളിവിടെ കിട്ടാൻ ശ്രമിക്കണം. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തായാലും ഇവിടെ ഉണ്ട്. ഇവിടെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ 3 കമ്പനികളായിട്ട് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പാർട്ട് ടൈമായിട്ടും കൺസൾട്ടൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ PhD കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ സയൻറ്റിസ്റ്റായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ലബോറട്ടറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഹൈടെക് ലെവലിലുള്ള ജോലികളിലേക്ക് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള കമ്പനികളിൽ നിന്നും യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്, ജോലി ഓപ്പണിങ് നമ്മൾ അഡ്വർടൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആളുകളെ കിട്ടാനില്ല എന്നുള്ളത് തന്നെയാണ് മെയിൻ പ്രശ്നം. അതായത് എല്ലാ കമ്പനികളുടെ CEOമാരും CTOമാരും ഒക്കെ കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ്. അതായത് ചിലപ്പോൾ ആളുകളെ കിട്ടും, അവർ പെട്ടെന്ന് തന്നെ ഇതിട്ടിട്ട് പോവും. അങ്ങനെയുള്ളൊരു ക്രൈസിസ് ഈ കമ്പനികളുടെ അല്ലെങ്കിൽ എംപ്ലോയേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട്. അതിൻ്റെ മെയിൻ ഒരു കാരണം ഇവർ മര്യാദയ്ക്ക് ശമ്പളം കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ എനിക്ക് ഇവിടെ കിട്ടുന്ന ശമ്പളത്തിനേക്കാളും കൂടുതൽ ശമ്പളം കിട്ടി കഴിഞ്ഞാൽ ഞാൻ അടുത്ത കമ്പനിക്ക് ചാടും, അത്രേ ഉള്ളൂ നമ്മളുടെ കാര്യം. അത് ഇപ്പോൾ ആരായാലും അത്ര തന്നെ ചെയ്യുള്ളൂ. പക്ഷേ എപ്പോഴും ആ ക്രൈസിസ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ ഒരു സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒക്കെ ഈ ജോലിയൊക്കെ കിട്ടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ ചാടുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് കമ്പനികളായിട്ട് ഇതായിട്ടൊന്നും ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. അപ്പോൾ സയൻസ്, എഞ്ചിനീയറിംഗ്, ടെക്നോളജി, മാത്സ് ഈ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക നല്ലോണം. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ നോളജ്, പ്രോഗ്രാമിംഗ് സ്കിൽസ്, AI ആയിട്ടുള്ള നമ്മളുടെ എന്താ പറയുക അറിവുകൾ, ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ പ്രോഗ്രാമിങ്ങുകളൊക്കെ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ജോലി എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ന്യൂമറിക്കൽ സിമുലേഷനുകൾ,
ഡാറ്റ അനാലിസിസ്, ഡാറ്റ സയൻറ്റിസ്റ്റ് ജോലികൾ, ഇത്തരത്തിലുള്ള ജോലികൾക്കൊക്കെ നല്ല അവസരങ്ങൾ ലോകത്തെല്ലായിടത്തും എന്നുള്ള പോലെ തന്നെ UK യിലും ഉണ്ട്. അപ്പോൾ നിങ്ങളിവിടെ എങ്ങനെയെങ്കിലും ഒരു വിസയിൽ ഇപ്പോൾ ഡിപ്പെൻഡൻ്റ് ആയിട്ടായാലും എത്തിയിട്ടുള്ളൊരു സമയമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗിക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അത് നമ്മൾ എപ്പോഴും നമ്മളുടെ കരിയർ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യം ഇല്ല ശരിക്കും. ഫാമിലി ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ കരിയറും ഇതും ഒരുമിച്ച് കൊണ്ടുപോകാനും പറ്റും. പിന്നെ സയൻസ്, ടെക്നോളജി, എഡ്യൂക്കേഷനിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ UK ഒക്കെ നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ട്. സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ എപ്പോഴും വെൽക്കം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നല്ല സ്കില്ലുള്ള ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺടർപ്രണർഷിപ്പ് വിസ കൊടുക്കുന്നുണ്ട്. അത് പിന്നെ കുറച്ചും കൂടെ ടാസ്ക് കൂടിയ ഇതാണ്. പിന്നെ നമ്മളൊരു ലീഡറാണ്, അല്ലെങ്കിൽ നമുക്കൊരു നമ്മൾക്ക് നമ്മളുടെ പ്രൊഫൈൽ നല്ല രീതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളൊരു മാസ്റ്റേഴ്സൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ ഒരു കമ്പനിയിൽ ഒരു മാനേജർ ആവാൻ യോഗ്യനാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഗ്ലോബൽ ടാലൻറ്റ് വിസ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു കാര്യം, UK ആയാലും ഏത് രാജ്യങ്ങളായാലും എൻജിനീയറിങ്, സയൻസ്, സയൻറ്റിസ്റ്റ് അത്രയുള്ള ഹൈ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ എപ്പോഴും വെൽക്കം ചെയ്യുന്നുണ്ട്. നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണോ, നിങ്ങൾക്ക് എന്താ പറയുക പ്രൂവ് ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് വർത്താണ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ ജോലികളുണ്ട്. ഇനി ഇമിഗ്രേഷൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK യിൽ പെട്ടെന്ന് തന്നെ ഈ ഹൈടെക് ജോലികളിലൊക്കെ ഒരു ക്രൈസിസ് വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്നവരൊക്കെയാണ് ഈ ഹൈടെക് കമ്പനികളിലൊക്കെ കൂടുതലും കയറുന്നത്. അപ്പോൾ ആ ആളുകളുടെ വരവ് കുറയുന്നതിനനുസരിച്ചിട്ട് ഇവിടുത്തെ കമ്പനിയിൽ നിന്ന് ആളുകൾ ഇനി നല്ല രാജ്യങ്ങളിലേക്ക്, നല്ല കമ്പനിയിലേക്കൊക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ജോലിക്ക് ആളെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇവിടുത്തെ എന്താ പറയുക ഒരു യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ഇമ്മിഗ്രൻസ് ആണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരും ഹൈലി സ്കിൽഡ് ആയിട്ടുള്ളവരും. ഇപ്പോൾ കമ്പനികളിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ കുറച്ച് പ്രായമായവരുണ്ടാവും, പിന്നെ ഉള്ളതൊക്കെ ഇമിഗ്രൻസ് ആയിരിക്കും ഹൈടെക് ജോലികളൊക്കെ ചെയ്യുന്നുണ്ടാവും കൂടുതലും. വലിയൊരു ശതമാനത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഭയങ്കര ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഇവിടുത്തെ കമ്പനികളിലൊക്കെ. നല്ല പ്രായമായിട്ടുള്ളവരൊക്കെ എഞ്ചിനീയർമാർ, ഇവരൊക്കെ എന്താ പറയുക കമ്പനി തുടങ്ങിയപ്പോഴുള്ളവരായാലും വർഷങ്ങളായിട്ടൊരു കമ്പനിയിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പിന്നെ മാനേജറിയൽ പോസ്റ്റൊക്കെ ഇവർക്ക് എന്താ പറയുക കുറച്ച് സ്വന്തം കമ്മ്യൂണിറ്റി എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടാവാം, അത് അല്ലാത്തതുണ്ട്. എനിവേസ് ഒരുപാട് കമ്പനികളുണ്ട് UK യിൽ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ടൗണുകളും, എല്ലാ കൗണ്ടികളും, അല്ലെങ്കിൽ ഇത് മേജർ ടൗണുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ UK ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ബിസിനസ് പാർക്കുകൾ. ഈ ബിസിനസ് പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ട് സ്ഥലവും അതുപോലെ തന്നെ പൈസയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ല ചാനൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ ബിസിനസ് പാർക്കുകൾ. അപ്പോൾ ഈ ബിസിനസ് പാർക്കുകളുടെ ഉള്ളിൽ ഒരുപാട് കമ്പനികൾ ബേസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം ഒരു ചെറിയൊരു ബിസിനസ് പാർക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേംബ്രിഡ്ജിലുള്ളത് സെൻറ്റ് ജോൺസ് എന്ന് പറഞ്ഞിട്ടൊരു ബിസിനസ് പാർക്കുണ്ട്. ആ സെൻറ്റ് ജോൺസ് ബിസിനസ് പാർക്കിൽ ഏകദേശം 120 കമ്പനികളുണ്ട്, സ്റ്റാർട്ടപ്പുകൾ, അതുപോലെ തന്നെ വലിയ കമ്പനികൾ. കേംബ്രിഡ്ജൊക്കെ എന്താ പറയുക ഈ ബിസിനസ്സിൻ്റെയൊക്കെ ഹബ്ബാണ്, വലിയ ഹബ്ബാണ്. ഒരുപാട് കമ്പനികളുണ്ട് കേംബ്രിഡ്ജിൽ, ഓക്സ്ഫോർഡിലൊക്കെ. അവിടേക്ക് എന്താ അതൊരു ട്രയാങ്കിളാണ്. ലണ്ടൻ, കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് എന്ന് പറയുന്നത് ഈ ബിസിനസ്സുകൾ പൂണ്ട് വിളയാടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെയൊക്കെ കമ്പനികൾ ഒരുപാടുണ്ട്. ഈ കമ്പനികളുടെ പേരുകൾ കണ്ടുപിടിക്കുക, അവരുടെ വെബ്സൈറ്റുകളിൽ ജോലി അവസരങ്ങൾ കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ അതിലത്തെ മാനേജർമാർക്കൊക്കെ പേഴ്സണലി നമ്മൾ CV അയച്ചു കൊടുക്കുക. നിങ്ങളുടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള, വെറുതെ എല്ലാവർക്കും അയച്ചിട്ടൊരു കാര്യമില്ല, നിങ്ങൾക്ക് എന്തെല്ലാം എക്സ്പീരിയൻസ് ഉള്ളത്, നിങ്ങൾ എന്തിലാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളത്, അങ്ങനെയുള്ള കമ്പനികൾ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് ഫ്ലൂയിഡ് ഡൈനാമിക്സിലാണ്. അപ്പോൾ ഫ്ലൂയിഡ് ഡൈനാമിക്സായിട്ട് ബന്ധപ്പെട്ട കമ്പനികളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ തിൻ ഫിലിം സയൻസ് ഒക്കെയാണ് എൻ്റെ മെയിൻ വിഷയം. അപ്പോൾ അതിൽ കമ്പനികൾ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനികൾ കണ്ടുപിടിക്കുക. അതിലത്തെ ഏത് ടീമിലേക്കാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ ടീം കണ്ടുപിടിക്കുക, ആ ടീം ലീഡ് ആരാന്ന് കണ്ടുപിടിക്കുക, നിങ്ങളുടെ ലൈൻ മാനേജർ ആരായിരിക്കും എന്നുള്ളത് കണ്ടുപിടിക്കുക, അവർക്ക് പേഴ്സണലി ഒരു ഇമെയിൽ അയക്കുക. നിങ്ങളിപ്പോൾ ഇവിടെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടാണ് വന്നതെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നതിനും മുൻപ് എന്തെങ്കിലും നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് എന്തായാലും ജോലി വേണം. പക്ഷേ അത് ഓവർ ടൈമോ ഇല്ലീഗലായിട്ടൊന്നും ചെയ്യാതെ ആദ്യത്തെ ഒരു 3-4 മാസം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ ഒരു ജോലി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഞാനീ പറയുന്നത് ഒരിക്കലും എല്ലാവരും ഇൻസ്പയർ ആവാൻ വേണ്ടിയിട്ടല്ല.
നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ഉള്ളവർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. അതായത് ഇപ്പോൾ ഇൻ കേസ് ഞാനിപ്പോൾ ഒരു ജോലി കിട്ടിയില്ല, നാളെ എനിക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ടി വന്നു കഴിഞ്ഞാലും ബ്രോക്കൺ ആവാൻ പാടില്ല. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ബ്രോക്കൺ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിലപ്പോൾ ലൈഫിൽ തന്നെ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പറയുന്നത് ഓക്കെ UK ഇല്ലെങ്കിൽ ഓക്കെ, ഐ എം ഓക്കെ വിത്ത് ദാറ്റ്, എനിക്ക് അടുത്ത പരിപാടി പിടിക്കാം, ഞാൻ ജനിച്ചത് UK ജീവിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല എന്നുള്ള കുറച്ച് പേരുണ്ട്. ഞാനിവിടെ വരും, 2 വർഷം ഞാൻ ശ്രമിക്കും, 2-3 വർഷം ഞാനിവിടെ ശ്രമിക്കും, എന്നിട്ട് പറ്റണില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകും, ഐ എം ഓക്കെ വിത്ത് ദാറ്റ് എന്ന് വിചാരിക്കുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ സ്ട്രെസ്സ് നമുക്ക് എന്തായാലും ഉണ്ടാവും. ഏത് മനുഷ്യനാണ് എന്ത് ഈസിനെസ് പറഞ്ഞാലും സ്ട്രെസ്സ് നമുക്ക് എന്തായാലും ഉണ്ടാവും. പക്ഷേ എന്താ പറയുക, ആ സ്ട്രെസ്സൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ലീഗലായിട്ട് അനുവദിച്ചിട്ടുള്ള സമയം വർക്ക് ചെയ്യുക. പഠിക്കാനുള്ള സമയത്ത് നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് പൈസ കൊടുത്ത അസൈൻമെൻറ്റും നിങ്ങളുടെ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യിപ്പിക്കാതെ നിങ്ങൾ സ്വയം ചെയ്ത് നിങ്ങളതിൽ എക്സ്പേർട്ട് ആവുക. എന്നിട്ട് നിങ്ങൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങൾ മുന്നേ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾ അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പുകൾ, പാർട്ട് ടൈം ജോലികൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കണ്ടുപിടിക്കുക, അതുമായിട്ട് മുന്നോട്ട് പോവുക. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് PSWയിലേക്കാണ് നിങ്ങൾ മാറുന്നതെന്നുണ്ടെങ്കിൽ PSWയിലേക്ക് മാറുക. എന്നിട്ട് സ്പോൺസർഷിപ്പ് കിട്ടുകയാണെങ്കിൽ ആ മേഖലയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയിലോ ഒക്കെ സ്പോൺസർഷിപ്പ് കിട്ടുകയാണെങ്കിൽ, അങ്ങനെയുള്ള ഒരുപാട് പേര് എനിക്കറിയാം. അതായത് ഈ കെയർ സെക്ടറിൽ മാത്രമല്ലാതെ മെഡിക്കൽ ഫീൽഡിൽ മാത്രമല്ലാതെ ഇവിടെ വിസ കിട്ടിയിട്ടുള്ളവരും ഇവിടെ പഠിക്കുന്നവരൊക്കെ അറിയാം. ഇപ്പോൾ ഞാൻ ഈ സയൻസ് മേഖലയിലായതുകൊണ്ട് ഗ്ലോബൽ ടാലൻറ്റ് വിസ കിട്ടിയിട്ടുള്ള ഒരുപാട്, എൻ്റെ വൈഫിന് ഗ്ലോബൽ ടാലൻറ്റ് വിസയാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ അപ്ലൈ ചെയ്തിട്ട് റിജക്റ്റായി. പിന്നെ എൻ്റെ ഫ്രണ്ട്സിന് ഒരു 5-6 പേർക്ക് ഗ്ലോബൽ, പക്ഷേ അവരൊക്കെ PhD ഉള്ളവരും നല്ല എക്സ്പീരിയൻസ് ഉള്ളവരും ഒക്കെയാണ്. 5-6 പേർക്ക് ഗ്ലോബൽ ടാലൻറ്റ് വിസയുണ്ട്. ഞാനപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വർഷം ഒന്നും കൂടെ അപ്ലൈ ചെയ്യണം. ഗ്ലോബൽ ടാലൻറ്റ് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 റൂട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത റൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വർഷം കുറച്ചും കൂടെ കോമ്പറ്റീഷൻ കുറഞ്ഞ ഒരു ഇതിലേക്ക് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു റെഫറൻസ് തരികയാണെങ്കിൽ, നിങ്ങൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകളിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ജോലികൾ അഡ്വർടൈസ് ചെയ്യുന്ന വെബ്സൈറ്റുകളിലൊക്കെ പോവാം. എന്നിട്ട് അവിടെ ടെക്നീഷ്യൻ പോസ്റ്റുകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള, ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്ക് ഏകദേശം ഒരു കിട്ടിയെന്ന് ഉറപ്പായിട്ടുള്ളൊരു ജോലിയായിരുന്നു. ഒരു ടെക്നീഷ്യൻ പോസ്റ്റ് ആയിരുന്നു. ഒരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൊഫസറുടെ ടെക്നീഷ്യൻ പോസ്റ്റ് ആൾ അഡ്വർടൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 വർഷത്തെ പോസ്റ്റായിരുന്നു. അപ്പോൾ അതൊരു ലാബിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ എക്യുപ്മെൻറ്റിൻ്റെ മെയിൻ്റനൻസ്, അത്രേ ഉള്ളൂ. അത് രാവിലെ ഒരു 9 മണി തൊട്ട് 5 മണി വരെ ഉള്ള ജോലി, ഓഫീസ് ടൈം ജോലിയാണ്. കൂടുതൽ വലിയ തലപോച്ചിട്ടുള്ള റിസർച്ചോ ഒന്നും ഇല്ലാത്തൊരു ജോലിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ പ്രൊഫസറുടെ പേര് ഭയങ്കര വലുതാണ്, ലൈക്ക് വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു പ്രൊഫസറായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിൽ ശരിക്കും ജോയിൻ ചെയ്യാമെന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ അങ്ങനത്തെ ടെക്നീഷ്യൻ ജോലികൾ സ്പോൺസർഷിപ്പ് ഉള്ളതുണ്ട്. യൂണിവേഴ്സിറ്റികളിൽ സ്പോൺസർഷിപ്പ് കിട്ടാൻ സാധ്യതയുള്ളത്. ഇൻ കേസ് സ്പോൺസർഷിപ്പ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ ഗ്ലോബൽ ടാലൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന കുറേ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളുണ്ട്. ഗ്ലോബൽ ടാലൻറ്റ് വിസയുടെ ബേസിക് ഇത് എന്ന് പറയുന്നത് ഫണ്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റിലാണെങ്കിൽ ഈസി ആയിട്ട് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടെക്നീഷ്യൻ പോസ്റ്റുകളൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ ഒരു ഫ്യൂച്ചർ ലീഡറാണ് ഈ മേഖലയിൽ, ഒരു എഞ്ചിനീയറിംഗ് ടീം ലീഡൊക്കെ ആവാൻ സാധ്യതയുള്ള ഒരാളാണ് ഞാനെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് നമ്മളുടെ ഒരു കവർ ലെറ്ററൊക്കെ എഴുതാൻ പറ്റി കഴിഞ്ഞാൽ അവർക്കും കിട്ടും. പക്ഷേ റിജക്റ്റ് ആവാനുള്ള സാധ്യത, അപ്പോൾ ഞാനൊരു പ്രാവശ്യം റിജക്ഷൻ കിട്ടിയിട്ട് ഇരിക്കണേ. അപ്പോൾ അതുകൊണ്ട് റിജക്റ്റ് ആവാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് UKയുടെ ഡോറ് അടയുക എന്ന് പറയുമ്പോൾ ഈ ജനറൽ ഇപ്പോൾ ഇത് ഒരു കുത്തൊഴുക്കുണ്ടായിരുന്നില്ലേ, ആ ഒരു എന്താ പറയുക, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു കൾച്ചറൽ ഒരു ഇതിന് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ കമ്മ്യൂണിറ്റി എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് വേറെ രീതിയിൽ സൊസൈറ്റീനെ അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. നമ്മളത് ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണത്. പല കമ്മ്യൂണിറ്റി എന്നുള്ളതിനേക്കാളും കൂടുതൽ സ്കിൽഡ് അല്ലാത്ത ആളുകൾ ഇവിടെ വരുന്നതിൻ്റെയും ഒരുപാട് കാറ്റഗറിയിലുള്ള ആളുകൾ ഇവിടെ വരുന്നതിൻ്റെയും ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ നമ്മളോരോ സിറ്റിയുടെ സേഫ്റ്റിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ ചെയ്യണേൽ പോയിൻ്റ് ഉണ്ടെന്ന് നമുക്ക് തോന്നും ആക്ച്വലി. എനിവേ, നമ്മളുടെ മേഖലയിൽ സ്റ്റെം ഫീൽഡിലുള്ളവർക്ക് എന്തായാലും ഈ ഡോർ അടഞ്ഞിട്ടില്ല. അവസരങ്ങൾ എപ്പോഴും ഉണ്ട്. എല്ലായ്പ്പോഴും ഉള്ള പോലെ തന്നെ എപ്പോഴും അവസരങ്ങളുണ്ട്. എനിക്ക് തോന്നുന്ന ഇനിയൊരു അടുത്ത കുറച്ച് വർഷങ്ങളിൽ അവസരങ്ങളുടെ എണ്ണം കൂടാൻ തന്നെയാണ് സാധ്യത. കാരണം ഇമിഗ്രേഷൻ ഇത്രയധികം കൺട്രോൾ ചെയ്തപ്പോൾ ഇനിയിപ്പോഴും ആൾക്കാരെ കിട്ടില്ല. ഇവിടെ ഇത്ര സ്കിൽഡ് ആയിട്ടുള്ള പഠിച്ചിട്ടുള്ള, നമ്മളുടെ അത്രയൊന്നും പഠിച്ചിട്ടുള്ള ആൾക്കാരൊന്നും സത്യം പറഞ്ഞ് ഇനി ഇവിടെ ഇല്ല, കുറവാണ്. ഇവിടുത്തെ കുട്ടികൾക്കും ഒക്കെ പഠിക്കാനുള്ള ആഗ്രഹം കുറച്ച് കുറവാണ്.
ഞാൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്നത് പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പുറത്തുനിന്ന് വരുന്നവർ അല്ലെങ്കിൽ വേറെ റേസ് ഗ്രൂപ്പിലുള്ളവരൊക്കെയാണ്. അത് നമുക്കിവിടെ ഒബ്വിയസ് ആയിട്ട് കാണാൻ പറ്റുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് വാതിലുകളൊന്നും അറിഞ്ഞിട്ടില്ല, അവസരങ്ങൾ കൂടുതൽ ഉണ്ടാവാനാണ് സാധ്യത. ഇവിടുത്തെ ജോലി കിട്ടാനുള്ള മാർഗ്ഗങ്ങളാണ് ഞാനിപ്പോൾ മുന്നേ മെൻഷൻ ചെയ്തത്. അപ്പോൾ നിങ്ങളത് പരമാവധി ശ്രമിക്കുക, ജോലി മേടിക്കുക, ഇങ്ങോട്ട് വരിക. അപ്പോൾ ഗുഡ് ലക്ക്. സ്റ്റെം ഫീൽഡിലുള്ള എല്ലാവർക്കും ഗുഡ് ലക്ക്.